ഡേറ്റ അനാലിസിസിന് നമ്മൾ സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അതേസമയം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടൂൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സലിലും ഗൂഗിൾ ഷീറ്റ്സിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പിവറ്റ് ടേബിൾ ആണ്. ഈ സോഫ്റ്റ്വെയറുകളൊന്നും മുമ്പ് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പോലും ഒരൊറ്റ ദിവസം മതി പിവറ്റ് ടേബിളിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പഠിച്ചെടുക്കാനായിട്ട്. ഗൂഗിൾ ഷീറ്റ്സിലെ പിവറ്റ് ടേബിൾ എന്ന ടൂളിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഗൂഗിൾ ഷീറ്റ്സ് ഡോക്യുമെൻറ്റ് ശ്രദ്ധിക്കുക. പിവറ്റ് ടേബിൾ ഇൻട്രോ എന്ന ഈ വർക്ക് ബുക്കിൽ സെയിൽസ് ഡേറ്റ എന്നൊരു വർക്ക് ഷീറ്റ് കാണാം. ഇനി സെയിൽസ് ഡേറ്റ എന്ന വർക്ക് ഷീറ്റിൽ എന്താണുള്ളത് നോക്കാം. മുംബൈ, ചെന്നൈ, ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള നഗരങ്ങളിൽ ലാപ്ടോപ്പ്, ഹെഡ്ഫോൺ, സ്മാർട്ട് ഫോൺ എന്നിങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് സെല് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് റെക്കോർഡ്സാണ് ഈ കാണുന്നത്. ഏതാണ്ട് 50-ലധികം റെക്കോർഡ്സ് ഉണ്ട് ഇവിടെ. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ ഇലക്ട്രോണിക് ഐറ്റത്തിൻ്റെ പേര്, രണ്ടാമത്തെ കോളത്തിൽ ഈ ഓരോ ഐറ്റവും ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ള ഡീറ്റെയിൽസ്, അതായത് ലാപ്ടോപ്പ്, ഹെഡ്ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ. മൂന്നാമത്തെ കോളത്തിൽ സെയിൽ നടന്ന ലൊക്കേഷൻ്റെ പേര്, നാലാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, അഞ്ചാമത്തെ കോളത്തിൽ യൂണിറ്റ് പ്രൈസ്, ആറാമത്തെ കോളത്തിൽ എമൗണ്ട്. പ്രൈസിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് എമൗണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഈ ഡേറ്റ അനലൈസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, സം ഓഫ് സെയിൽസ് ഹാപ്പൻഡ് ഇൻ ഈച്ച് സിറ്റി. അതായത് ഈ കാണുന്ന ഓരോ നഗരത്തിലും ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ നടന്നു എന്നുള്ള റിപ്പോർട്ട്. രണ്ടാമത്തെ ചോദ്യം, സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് കാറ്റഗറി. അതായത് ലാപ്ടോപ്പ്, ഹെഡ്ഫോൺ, സ്മാർട്ട് ഫോൺ എന്നിങ്ങനെ ഓരോ കാറ്റഗറിയിലും ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ നടന്നു എന്നുള്ള റിപ്പോർട്ട്. 3, സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് കാറ്റഗറി ഇൻ ഈച്ച് സിറ്റി. അതായത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ നഗരത്തിലും ഈ 3 കാറ്റഗറികളിൽ ഓരോന്നിലുമായിട്ട് ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ നടന്നു എന്നുള്ള റിപ്പോർട്ട്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, മുംബൈ നഗരത്തിൽ എത്ര രൂപയുടെ ലാപ്ടോപ്പ് വിറ്റു, എത്ര രൂപയുടെ ഹെഡ്ഫോൺ വിറ്റു, എത്ര രൂപയുടെ സ്മാർട്ട് ഫോൺ വിറ്റു. വീണ്ടും പൂനെ നഗരത്തിൽ എത്ര രൂപയുടെ ലാപ്ടോപ്പ് വിറ്റു, എത്ര രൂപയുടെ ഹെഡ്ഫോൺ വിറ്റു, എത്ര രൂപയുടെ സ്മാർട്ട് ഫോൺ വിറ്റു. ഈ രീതിയിലുള്ള റിപ്പോർട്ടാണ് മൂന്നാമത്തെ ചോദ്യം ആവശ്യപ്പെടുന്നത്. 4, ടോട്ടൽ നമ്പർ ഓഫ് ഐഫോൺ സോൾഡ് ഇൻ ഈച്ച് സിറ്റി. അതായത് ഈ കാണുന്ന ഓരോ നഗരത്തിലും എത്ര ഐഫോൺ വീതം വിറ്റു. ശ്രദ്ധിക്കുക, എമൗണ്ട് അല്ല, ഐഫോൺസിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. ഇനി ഗൂഗിൾ ഷീറ്റ്സിലെ പിവറ്റ് ടേബിൾ എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ഈ 4 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡേറ്റയിൽ നിന്ന് ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക. പിവറ്റ് ടേബിൾ നോക്കുക. ക്രിയേറ്റ് പിവറ്റ് ടേബിൾ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയുടെ അഡ്രസ്സ് കാണാം. പുതിയൊരു വർക്ക്ഷീറ്റിൽ പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ് ന്യൂ വർക്ക്ഷീറ്റ്. ഇനി അതല്ല, ഇതേ വർക്ക്ഷീറ്റിൽ തന്നെ പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എക്സിസ്റ്റിംഗ് ഷീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് പുതിയ വർക്ക്ഷീറ്റിലാണ് പിവറ്റ് ടേബിൾ വേണ്ടത്. ന്യൂ ഷീറ്റ് എന്ന ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. ക്രിയേറ്റ് നോക്കുക, പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടു. ഇവിടെ ഒരു പിവറ്റ് ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നാൽ കാണാം. വലതുവശത്ത് കാണുന്നത് പിവറ്റ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഓപ്ഷൻസ് ആണ്. പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച സോഴ്സ് ഡേറ്റയുടെ അഡ്രസ്സ് ഇവിടെ കാണാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ റോസ്, കോളംസ്, വാല്യൂസ്, ഫിൽറ്റേഴ്സ്. സജസ്റ്റഡ് എന്ന ലേബലിന് താഴെയുള്ള ഈ 3 ഐറ്റംസ് ഗൂഗിൾ ഷീറ്റ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന പിവറ്റ് ടേബിൾസ് ആണ്. തൽക്കാലം ഈ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ ഐറ്റംസ് ഹൈഡ് ചെയ്യുന്നു. ഇനി നമ്മുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചോദ്യങ്ങൾ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. Ctrl+C ടു കോപ്പി. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. Ctrl+V. ആദ്യത്തെ ചോദ്യം, സം ഓഫ് സെയിൽസ് ഹാപ്പൻഡ് ഇൻ ഈച്ച് സിറ്റി. അതായത് ഓരോ നഗരത്തിലും നടന്ന ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട്. അത് കണ്ടെത്താനായിട്ട് ഈ പിവറ്റ് ടേബിളിൽ നമുക്ക് നഗരങ്ങളുടെ പേരുകൾ വേണം. അതിനുവേണ്ടി റോസ് എന്ന ലേബലിന് നേരെയുള്ള ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. നോക്കുക, നമ്മുടെ ടേബിളിലുള്ള നഗരങ്ങളുടെ പേരുകൾ നമുക്കിവിടെ കിട്ടി. ഇനി വേണ്ടത് ഈ ഓരോ നഗരത്തിലും നടന്ന ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് ആണ്. അതിനുവേണ്ടി വാല്യൂസ് എന്ന ലേബലിന് നേരെയുള്ള ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എമൗണ്ട് സെലക്ട് ചെയ്യുന്നു. നോക്കുക, ഈ ഓരോ നഗരത്തിലും നടന്ന ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് വന്നു. അതായത് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി. രണ്ടാമത്തെ ചോദ്യം, സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് കാറ്റഗറി. അതായത് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ഹെഡ്ഫോൺ എന്നിങ്ങനെ ഓരോ കാറ്റഗറിയിലും ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ നടന്നു. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട്
ഈ പിവറ്റ് ടേബിൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, കോപ്പി, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നഗരങ്ങളുടെ പേരുകൾക്ക് പകരം കാറ്റഗറിയാണ് നമുക്ക് വേണ്ടത്. ഈ കാണുന്ന റോസ് എന്ന ഏരിയയിൽ നിന്ന് ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്നു, ആഡ് കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. നോക്കുക, ഹെഡ്ഫോൺ, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ എന്നിങ്ങനെ ഓരോ കാറ്റഗറിയിലും ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ നടന്നു എന്നുള്ള റിപ്പോർട്ടായി. മൂന്നാമത്തെ ചോദ്യം, സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് കാറ്റഗറി ഇൻ ഈച്ച് സിറ്റി. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ഈ പിവറ്റ് ടേബിൾ കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓരോ സിറ്റിയിലും 3 കാറ്റഗറികളിൽ ഓരോന്നിലുമായിട്ട് എത്ര രൂപയുടെ സെയിൽ നടന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഈ കാറ്റഗറി ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാണ്. ആഡ്, ലൊക്കേഷൻ ആഡ് ചെയ്യുന്നു. നോക്കുക, നഗരങ്ങളുടെ പേരുകളായി. വീണ്ടും ആഡ് കാറ്റഗറി. ഓരോ നഗരത്തിലും ഓരോ കാറ്റഗറിയിലുമായിട്ട് ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ നടന്നു എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടി. മറ്റു രീതിയിലും ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതുകൂടെ ഒന്ന് കാണിക്കാം. ഈ പിവറ്റ് ടേബിൾ കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, കാറ്റഗറി ഡിലീറ്റ് ചെയ്യുന്നു, ആഡ്, ലൊക്കേഷൻ, കോളംസിന് നേരെയുള്ള ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, കാറ്റഗറി. നോക്കുക, ഓരോ നഗരത്തിലും 3 കാറ്റഗറികളിൽ ഓരോന്നിലുമായിട്ട് എത്ര രൂപയുടെ സെയിൽ നടന്നു എന്നുള്ള റിപ്പോർട്ടായി. ബാംഗ്ലൂർ ഹെഡ്ഫോൺ 36,288, ഫോൺ 11,25,436. ഇനി പിവറ്റ് ടേബിളിലെ ടോട്ടൽസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, പിവറ്റ് ടേബിൾ എഡിറ്റ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഇനി പിവറ്റ് ടേബിളിലെ ഗ്രാൻഡ് ടോട്ടൽ എന്ന കോളം ഒഴിവാക്കാനായിട്ട് കോളംസിന് താഴെ കാറ്റഗറിയിലുള്ള ഷോ ടോട്ടൽസ് എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം. നാലാമത്തെ ചോദ്യം, ടോട്ടൽ നമ്പർ ഓഫ് ഐഫോൺ സോൾഡ് ഇൻ ഈച്ച് സിറ്റി. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് വീണ്ടും പിവറ്റ് ടേബിൾ കോപ്പി ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, കോപ്പി, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓരോ നഗരത്തിലും വിറ്റഴിക്കപ്പെട്ട ഐഫോൺസിൻ്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. സോ ആദ്യം നമുക്ക് നഗരങ്ങളുടെ ലിസ്റ്റ് വേണം. അതിനുവേണ്ടി റോസ് എന്ന ഏരിയയിൽ നിന്ന് കാറ്റഗറി ഡിലീറ്റ് ചെയ്യുന്നു, ആഡ്, ലൊക്കേഷൻ. ഇനി താഴേക്ക് വരാം, ഫിൽറ്റേഴ്സ് എന്ന ലേബലിന് നേരെയുള്ള ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, ഐറ്റം. എല്ലാ ഐറ്റംസും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഐഫോണിൻ്റെ എമൗണ്ട് മാത്രം കിട്ടാനായിട്ട് ഷോയിങ് ഓൾ ഐറ്റംസ് എന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിയർ. ഇനി ഈ ലിസ്റ്റിൽ നിന്ന് ഐഫോൺ സെലക്ട് ചെയ്യുന്നു, ഓക്കെ. നോക്കുക, ഇവിടെ ഇപ്പോൾ കാണുന്നത് ഓരോ നഗരത്തിലും ടോട്ടൽ എത്ര രൂപയുടെ ഐഫോൺ വിറ്റഴിച്ചു എന്നുള്ള റിപ്പോർട്ടാണ്. പക്ഷേ നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. അതിനുവേണ്ടി വാല്യൂസ് എന്ന ഏരിയയിൽ നിന്ന് എമൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നു. വീണ്ടും വാല്യൂസിന് നേരെയുള്ള ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, യൂണിറ്റ്സ്. നോക്കുക, ഈ കാണുന്ന ഓരോ നഗരത്തിലും ടോട്ടൽ എത്ര ഐഫോൺ വീതം വിറ്റു എന്നുള്ള റിപ്പോർട്ടാണിത്. ഈ വാല്യൂ നമുക്ക് വളരെ പെട്ടെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. 104. നോക്കുക, സോഴ്സ് ഡേറ്റയിൽ ഐഫോണിൻ്റെ റെക്കോർഡ്സ് മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്യുന്നു. അതിനുവേണ്ടി ഐഫോൺ എന്ന ടെക്സ്റ്റുള്ള ഏതെങ്കിലും ഒരു സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫിൽറ്റർ ബൈ സെൽ വാല്യൂ. നോക്കുക, ഐഫോണിൻ്റെ റെക്കോർഡ്സ് മാത്രമാണ് ഇവിടെ കാണുന്നത്. നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊടുത്തിട്ടുള്ള കോളത്തിലെ എല്ലാ വാല്യൂസും സെലക്ട് ചെയ്യുന്നു. ടോട്ടൽ നോക്കുക, 104. സോ നമ്മുടെ 4 ചോദ്യങ്ങൾക്കും ഉത്തരമായി. ഇനി പിവറ്റ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറോട് നോക്കാം. ഈ കാണുന്ന ഓരോ വാല്യൂവിൻ്റെയും അണ്ടർലൈൻ ഡേറ്റ കാണണമെങ്കിൽ, ഉദാഹരണത്തിന് ചെന്നൈ നഗരത്തിൽ നടന്ന ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ടാണ് ഈ കാണുന്നത്. ഈ എമൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റെക്കോർഡ്സ് കാണണമെങ്കിൽ ഈ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം.
പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടു. ചെന്നൈ നഗരത്തിൽ നടന്ന സെയിൽസിൻ്റെ റെക്കോർഡ്സാണ് ഈ കാണുന്നത്. വീണ്ടും സ്മാർട്ട് ഫോൺ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് കാണണമെങ്കിൽ ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഗൂഗിൾ ഷീറ്റ്സിൽ പിവറ്റ് ടേബിൾ എന്ന ടൂളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോ. പിവറ്റ് ടേബിൾ ഉപയോഗിച്ചുള്ള അഡ്വാൻസ്ഡ് ഡേറ്റ അനാലിസിസ് ടെക്നിക്കുകളെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.